നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ പ്രവാസികൾക്ക് അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാം. ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവം. ഈ നീക്കത്തിന് പിന്നിൽ കാരണം ഇതാണ്. കുവൈറ്റിൽ പ്രവാസികൾക്ക് അപ്പാർട്ട്മെന്റുകളുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ അനുമതി നൽകുന്ന നിർദ്ദേശം മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. ഇതിനായി ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നിർദ്ദേശം മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉടമസ്ഥാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്ന വ്യക്തി കുവൈത്തിൽ നിയമാനുസൃതമായ താമസക്കാരനായിരിക്കണം എന്നതാണ് പ്രധാന വ്യവസ്ഥ. വിദേശ നിക്ഷേപം ആകർഷിക്കാനും സമ്പന്ന പ്രവാസികളെ കുവൈറ്റിൽ നിലനിർത്തുകയുമാണ് ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യം. നിർദ്ദേശത്തിന് അംഗീകാരം ലഭിച്ചാൽ അപേക്ഷകന് നിക്ഷേപ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 350 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ കവിയാത്ത അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാവുന്നതാണ്. അപേക്ഷകന്റെ പേരിൽ രാജ്യത്ത് മറ്റൊരിടത്തും സ്വന്തമായി മറ്റൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കാൻ പാടില്ല എന്നും നിയമമുണ്ട്. വിശ്വാസവഞ്ചന പോലുള്ള കേസുകളിൽ അപേക്ഷകന് എതിരെ കോടതി വിധിന്യായങ്ങളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമായിരിക്കും നിർദ്ദേശത്തിന് അനുമതി നൽകുക. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ജൂൺ മധ്യത്തോടെ രൂപവൽക്കരിക്കുന്ന മന്ത്രിസഭയിൽ നിർദ്ദേശം ചർച്ച ചെയ്യുകയും അന്തിമ തീരുമാനം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവാസികൾ രാജ്യം വിട്ടു പോകാതിരിക്കാനും രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ നിർദ്ദേശങ്ങളെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളായി വിവിധ വകുപ്പുകൾ നടത്തിയ അന്വേഷണത്തിൽ താമസ തൊഴിൽ നിയമലംഘനം നടത്തിയ നിരവധി പ്രവാസികൾ അറസ്റ്റിലായിട്ടുണ്ട്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസ്ക്യൂ പോലീസ് എന്നിവയുടെ സഹകരണത്തോടെ പബ്ലിക് സെക്യൂരിറ്റി അഫയേഴ്സ് വിഭാഗമാണ് പരിശോധന നടത്തിയത്. ഷുവൈബ് ഇൻഡസ്ട്രിയൽ ഏരിയ, ഹവല്ലി, ഖൈത്താൻ, മഹ്ബൂല, ഖുറൈൻ മാർക്കറ്റ്, ജഹ്റ ഇൻഡസ്ട്രിയൽ ഏരിയ എന്നിവിടങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥർ അപ്രതീക്ഷിത പരിശോധന നടത്തിയിരുന്നു. താമസ നിയമങ്ങൾ ലംഘിച്ച 63 പ്രവാസികളാണ് അറസ്റ്റിലായത്. കാലാവധി കഴിഞ്ഞ താമസരേഖകളുമായി 40 പ്രവാസികളും അധികൃതരുടെ പിടിയിലായിട്ടുണ്ട്. 91 പേരെ തിരിച്ചറിയൽ രേഖകളൊന്നും കൈവശമില്ലാതെയും അറസ്റ്റ് ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.